ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, സുഖമാണോ? കുഞ്ഞുങ്ങളെ, കുടുംബാംഗങ്ങളെ, രാവിലെ മെൽബണിൽ ഇന്നലെ വരെ നല്ല കാലാവസ്ഥ, രാവിലെ ചെറിയ തണുപ്പ്. അപ്പോൾ രാവിലെ കോട്ടൊക്കെ എടുത്തിട്ടതാണ് കേട്ടോ. ഹല്ലേലൂയ. എന്നൊരു സഹോദരൻ ധ്യാനം ദൈവത്തിൻ്റെ കരുണ നന്നായിട്ട് പോകുന്നു. സ്വരമൊക്കെ ഒന്ന് നല്ലതായിട്ട് പറഞ്ഞ് പ്രാർത്ഥിക്കണം കേട്ടോ. ഇന്നൊരു സാക്ഷ്യം വായിക്കാം. ഇന്ന് ഒരുപാട് പേര് സാക്ഷ്യങ്ങളൊക്കെ വന്നു പറഞ്ഞു കേട്ടോ. ഒരു സാക്ഷി ഇപ്പോൾ വായിക്കാം. നേരത്തെ എൻ്റെ ഉണ്ടായിരുന്ന സാക്ഷിയാണ്. സ്നേഹബഹുമാനപ്പെട്ട ബിനോയിച്ചന്, ഞാൻ അച്ഛൻ്റെ ഫുൾ കുടുംബാംഗമാണ്. എൻ്റെ പേര് ഷൈനി എന്നാണ്. വർഷങ്ങളായി മഹാരാഷ്ട്രയിലെ നാസിക് എന്ന സ്ഥലത്ത് വസിക്കുന്നു. ഞങ്ങൾക്ക് ഇവിടെ സൗകര്യപ്രദമായ ഒരു ഭവനം ഉണ്ടായിരുന്നില്ല. വളരെ ചെറിയൊരു വീടായിരുന്നു. ഒരു വീടിനായി അച്ഛനെ ടോക്ക് കണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആരംഭിച്ചു. വീട് ലഭിക്കുകയാണെങ്കിൽ സാക്ഷ്യപ്പെടുത്താൻ നേർക്കുകയും ചെയ്തു. അങ്ങനെ പിന്നെ ഈ ഭവനം വാങ്ങാനായിട്ടുള്ള ഒരു മാർഗത്തിന് ടോക്ക് കണ്ട് നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ആ സമയത്ത് മുതൽ ഒരു വഴി ഇങ്ങനെ പെട്ടെന്ന് തെളിയാൻ വേണ്ടി തുടങ്ങി. നാട്ടിൽ കുറച്ച് സ്ഥലമുള്ളത് വിൽക്കാൻ തീരുമാനിച്ചു. പക്ഷേ വിൽപ്പന നടക്കാതിരിക്കാൻ വിൽപ്പന എത്ര ശ്രമിച്ചിട്ടും നടക്കുന്നുണ്ടായിരുന്നില്ല. പല കാര്യങ്ങൾ ഇങ്ങനെ നോക്കിയിട്ട് നടക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ സ്ഥല വിൽപ്പന അങ്ങനെ മുടങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. അപ്പോൾ അച്ഛനെ വാട്സപ്പിലൂടെ പ്രാർത്ഥനാ സഹായം ചോദിക്കുകയും ചെയ്തിരുന്നു. സ്ഥലത്തിൻ്റെ ഫോട്ടോ അയച്ചു കൊടുക്കുകയും ചോദിച്ചു. അച്ഛൻ മറുപടി പ്രേങ് എന്ന മറുപടി ഇട്ട് പിറ്റേ ദിവസം തന്നെ സ്ഥലം വാങ്ങാൻ ആൾ വന്നു. അങ്ങനെ ഏതായാലും സ്ഥലത്തിന് കച്ചവടം നടന്നു. അങ്ങനെ എന്ത് ചെയ്തു, ആ പൈസ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും പഴയ വീടിന് അടുത്തായിട്ട് നല്ല ഒരു വീട് മോഡേൺ ഫെസിലിറ്റിയോട് കൂടി വാങ്ങാൻ ദൈവം സഹായിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് സാക്ഷി എഴുതി. കണ്ണൊക്കെ പിടിക്കാതെയായി, അതായത് തപ്പിപ്പിടിച്ച് വായിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, നിങ്ങളും എല്ലാം അങ്ങനെ പറയുമ്പോഴല്ലേ ഒരു സന്തോഷം. നിങ്ങൾക്ക് സന്തോഷം അതാണല്ലോ. ഹല്ലേലൂയ. അത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ജീവിതത്തിൽ അല്ലേ, അനുദിന ജീവിതത്തെ കാര്യത്തിൽ ഞാൻ ഇന്ന് രാവിലെ ധ്യാനിക്കുകയായിരുന്നു. അപ്പോൾ വെച്ച് നമ്മൾ ഈ ആകുലപ്പെട്ടിട്ട് എന്താ കാര്യം? നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം നമ്മൾ വേണ്ടതെല്ലാം തന്ന് അണിയിച്ചോളും എന്നല്ലേ ദൈവത്തിൻ്റെ വചനം അല്ലേ? ഇത്രയും പരിശ്രമം നടക്കുന്നില്ല, ദൈവത്തിൽ ആശ്രയിച്ചു, ദൈവം അണിയിച്ചു. സിമ്പിൾ കാര്യം. ഹല്ലേലൂയ. എന്തായാലും ഇങ്ങനത്തെ പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിലേക്ക് വന്നെങ്കിൽ ഒരുപാട് പേര് വീടിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുക അല്ലേ? ഞാൻ ബ്ലെസ്സിങ് അതിന് വേണ്ടി. ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ലൂക്കായുടെ ശേഷം 3-ാമത്തെ അധ്യായത്തിന്റെ 20-ാം തിരുവചനമാണ്. തലക്കെട്ട് ഇതാണ്: എണ്ണം കൂടുകയാണോ കുറയുകയാണ്? നമ്മുടെ മക്കളുടെ എണ്ണമൊക്കെ ധാരാളം വർദ്ധിക്കണമെന്ന് പറയും. ചില ആൾക്കാരാണെങ്കിൽ വണ്ടി ഒരെണ്ണം ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ 2 കൂടി ആയി അല്ലേ? അപ്പോൾ നാട്ടിലൊരു വീടായി, ഇവിടെ വീടായി, എല്ലാത്തിൻ്റെ ഒരു എണ്ണം വർദ്ധിക്കുന്ന ഒരവസ്ഥയാണ്. നല്ലതാണ്. ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ എല്ലാം സ്വീകരിക്കുന്നത് നല്ലതാണ്. പിന്നെ സ്വലോലുപത വരാതെ നോക്കണമെന്ന് മാത്രം, കുറച്ചൊക്കെ ഉപേക്ഷിക്കുന്നത് നല്ലതാണ്. എന്നെ കണ്ടുപിടിക്കും. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടത്തെ വചനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൽഫലമായി ഹെറോദസ് യോഹന്നാനെ കാരാഗൃഹത്തിൽ അടച്ചു. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞ വചനം ഓർക്കുന്നില്ല? യോഹന്നാൻ ഹെറോദിയ നിമിത്തം കുറ്റപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ വചനമില്ലേ? അതിൻ്റെ വാക്യമാണ്. എന്നിട്ട് അടുത്ത വാക്യമാണ്, അങ്ങനെ തൻ്റെ തിന്മകളുടെ എണ്ണം ഒന്നുകൂടി അവൻ വർദ്ധിപ്പിച്ചു. അപ്പോൾ നോക്കിയാൽ ഓൾറെഡി കുറേ അധികം തിന്മയുണ്ട്. ഹെറോദേസ് മറ്റേ സഹോദര ഭാര്യയുടെ പ്രശ്നം, അങ്ങനെ കുറേ ഏടാകൂടങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ ഒരു തിന്മയുടെ എണ്ണം കൂടെ അങ്ങോട്ട് വർദ്ധിച്ചു. ബൈബിൾ എഴുതി വെച്ചിരിക്കുകയല്ലേ. അങ്ങനെ അവൻ യോഹന്നാനെ കാരാഗൃഹത്തിൽ അടച്ചു. വളരെ സങ്കടത്തോടെ എഴുതുകയാണ്. പക്ഷെ അടുത്ത സനേഴ്സാണ്, അങ്ങനെ അവൻ തൻ്റെ തിന്മകളുടെ എണ്ണം ഒന്നുകൂടെ വർദ്ധിപ്പിച്ചു. എൻ്റെ സഹോദരൻ, നമ്മൾ ചിന്തിച്ച് നോക്കിയേ. നമ്മൾ വർഷങ്ങളായിട്ട് ആദ്യ കുർബാന സ്വീകരണമൊക്കെ കഴിഞ്ഞ് നമ്മൾ കുമ്പസാരമൊക്കെ നടത്തുന്നുണ്ട്, പാപങ്ങൾ ഏറ്റുപറയുന്നുണ്ട്. നാളുകൾ കഴിയുന്നതോറും പാപത്തിൻ്റെ എണ്ണം കൂടുകയാണോ കുറയുകയാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അത് കുമ്പസാരത്തിൻ്റെ പ്രശ്നം കൊണ്ടല്ല. നമ്മുടെ ജീവിതത്തിൽ എൻ്റെ സഹോദരങ്ങളെ പാപത്തിൻ്റെ എണ്ണം കുറയ്ക്കാനായിട്ടുള്ളൊരു പരിശ്രമം നമ്മുടെ ജീവിതത്തിൽ വേണം. ഓക്കെ, നമുക്ക് ബലഹീനതയുണ്ട്, വീഴ്ചയുണ്ട്, കുമ്പസാരിക്കുമ്പോൾ ദൈവം മോചനം തരും, ദൈവം കൃപ തരാം. അതിന് ശേഷമുള്ള ഒരു ലൈഫിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവകൃപയിൽ ആശ്രയിച്ച ഒരു പരിശ്രമം വരണം. ഓരോ നാളുകൾ കഴിയും തോറും പാപത്തിൻ്റെ എണ്ണം ഇങ്ങനെ കുറഞ്ഞ് അതല്ലേ വിശുദ്ധാത്മാക്കളൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കുക, നമ്മുടെ കുമ്പസാരത്തിൽ നമ്മുടെ ഒരു നാൾ കഴിഞ്ഞ് കൂടുക. അപ്പോൾ ഓരോ ദിവസമൊക്കെ ചിന്തിക്കുമ്പോഴത്തേക്കും വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ആത്മശോധന നടത്തണം അല്ലേ? ഇത് ഇപ്പോൾ ഉച്ചയാകുമ്പോഴത്തേക്കും ഒരു 5-8 ഭാവമായി, വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അങ്ങനെ കൂടുകയല്ല. വേഗം കുറയ്ക്കാൻ നോക്കണം അല്ലേ? വേഗം കുറയ്ക്കാൻ നോക്കണം. പരിശ്രമിച്ചാൽ പറ്റും, ആശ്രയിച്ചാൽ പറ്റും, ദൈവം കൃപ തരും. പക്ഷെ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മളെക്കുറിച്ചൊക്കെ ആണെങ്കിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയല്ലേ ജീവൻ്റെ പുസ്തകത്തിൽ, ന്യായവിധിയുടെ പുസ്തകത്തിൽ. ചിന്തിച്ചു നോക്കിയേ അല്ലേ? പ്രൈസ് ദി ലോർഡ്. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഈ നല്ല പ്രഭാതത്തിൽ കർത്താവെ ഇവരെ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഈ ധ്യാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഇവരെ ഓരോരുത്തരെ അനുഗ്രഹിക്കുകയാണ്. കാരണം പല സമയത്താണ്, ചില രാത്രിയിൽ, ചില രാവിലെ, ചില ഉച്ചയ്ക്ക്, പല സമയത്ത്, പല ഭൂഖണ്ഡങ്ങളിൽ, പല രാജ്യങ്ങളിൽ നിന്ന് ടോക്ക് കേൾക്കുമ്പോൾ
ആ കേൾക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ശക്തി ഇവർ ഓരോരുത്തരിലേക്ക് ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബങ്ങളെ ശല്യം ചെയ്യുന്ന ദുഷ്ടാരകൾ യേശുനാമത്തിൽ ബന്ധിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ ശക്തമായി നിങ്ങളെ താങ്ങട്ടെ. പ്രത്യേകിച്ച് നാളുകളായിട്ട് ഒരു ഭവനമില്ലാത്തത് മൂലം ഒരുപാട് ക്ലേശം അനുഭവിക്കുന്ന, വിഷമം അനുഭവിക്കുന്ന വ്യക്തികളെല്ലാം പ്രത്യേകം സമർപ്പിക്കുക. കർത്താവായ ദൈവമേ, സ്വന്തമായിട്ടൊരു വീട് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണല്ലോ കർത്താവെ, അത് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ കുടുംബം പ്രാർത്ഥിച്ചതുപോലെ അനേക കുടുംബങ്ങൾ പ്രാർത്ഥിക്കും. അതിനുള്ള വഴികൾ പ്രാർത്ഥനാ സമയത്ത് തെളിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ വഴികളിലൂടെ പോയി ഇവരുടെ ജീവിതത്തിന് ആഗ്രഹം സഫലമാകട്ടെ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.